Hi, hello, assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ എനിക്ക് പറ്റിയൊരു ചെറിയ അമളിയുടെ പേരിൽ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഒരുപാട് പ്രോഡക്റ്റ് റിവ്യൂസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പേഴ്സണലി എനിക്ക് നല്ല അഭിപ്രായം തോന്നുന്ന പ്രോഡക്റ്റുകളുടെ റിവ്യൂ മാത്രമേ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചെയ്ത സമയത്ത് എനിക്ക് അതിന് ശേഷം ഞാനത് ഇപ്പോൾ അതിൻ്റെ മുന്നേ പ്രോഡക്റ്റ് ഏതാണെന്ന് പറയാം. ഇതായി കാണുന്ന തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടാവും ഇല്ലേ. ഇപ്പോൾ എനിക്ക് പറ്റിയൊരു തെറ്റ്, ഇത് ഞാൻ ആദ്യം നാട്ടിലുള്ള സമയത്ത് യൂസ് ചെയ്യുമ്പം ഡെയിലി ഞാൻ ഹെയർ വാഷ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പം തല കുളിച്ച് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, സ്കാൾപ്പ് വെറ്റായിട്ടുള്ള സ്കാൾപ്പ് ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഈ ഇത് സ്പ്രേ ചെയ്തിട്ട് അതും ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടിവെക്കും. നെക്സ്റ്റ് ഡേ പിന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും കുളിക്കും. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഹെയർ ഫോളോ അങ്ങനത്തെ രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും എനിക്ക് ഫേസ് ചെയ്തില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ എനിക്ക് തണുപ്പ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഡെയിലി ഹെയർ വാഷ് എനിക്ക് നടക്കില്ല. അപ്പോൾ എനിക്ക് ഈ തണുപ്പ് കൂടുന്ന സമയത്ത് നമുക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം വരുമല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് പോകും ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡെയിലി ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹെഡ് വാഷ് ചെയ്യുന്ന സമയത്ത് അങ്ങ് കഴുകിക്കളയാം. ഇത് സ്പ്രേ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എണ്ണയും തേക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു മിനിറ്റ് കേട്ടോ, നമ്മളിത് യൂസ് ചെയ്യേണ്ട കറക്റ്റായ രീതി, ഇപ്പോൾ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളിത് എപ്പോഴും പ്ലെയിൻ സ്കാൾപ്പ് അല്ലെങ്കിൽ ഡ്രൈ സ്കാൾപ്പിൽ ഇത് നിങ്ങൾ സ്പ്രേ ചെയ്യാവൂ. നിങ്ങൾ കുളിച്ച് വന്നതിന് ശേഷം, ഇപ്പോൾ കുളിച്ച് വരുന്നത് നിങ്ങളിപ്പോൾ കുറച്ച് എണ്ണ ഇട്ടിട്ട് കുളിച്ച് വരികയാണ്. ആ കുളിച്ച് വരുന്ന സമയത്ത് ഷാമ്പു ഒന്നും ചെയ്യാണ്ട് നിങ്ങളുടെ തലയിൽ ഓയിൽ ഉണ്ടെങ്കിൽ ആ മുടി ഉണങ്ങിയതിന് ശേഷം ആ ഓയിലിൻ്റെ മേലെ, ഓൾറെഡി മുടിയിൽ കുറച്ച് എണ്ണയുണ്ട്, ആ എണ്ണയുടെ മേലെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഹെയർ ഫോൾ ഉണ്ടാവും. നല്ല രീതിയിൽ അമ്പിളി പറ്റും, ഉറപ്പാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് നല്ല രീതിയിൽ, എനിക്ക് ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ ഹെയർ ഫോൾ ഉണ്ടായിട്ടില്ല. ഇതെന്താ ഇങ്ങനെ ഹെയർ ഫോൾ വരുന്നത്? യാതൊരു രീതിയിലുള്ള ഒരു, നമുക്കൊന്നെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ്, ഇപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഡെഫിഷ്യൻസി, അനീമിക്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം. ഇതൊന്നും എനിക്കില്ല, പക്ഷെ എനിക്ക് ഹെയർ പോകുന്നു. കാരണം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് ഞാനൊരു വീഡിയോ കാണാനിട വന്നത്. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഞാനൊന്ന് ഫോളോ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഹെയർ ഫോൾ കംപ്ലീറ്റ് ആയിട്ട് വിത്തിൻ 2 ഡേയ്സിൽ തന്നെ ആ ഹെയർ ഫോൾ ഒക്കെ എനിക്ക് നിന്നു. അപ്പോൾ നിങ്ങളിത് എപ്പോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഓയിൽ ഒരുപാട് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, എപ്പോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുളിച്ചിട്ട് വരിക. കുളിച്ച് വരുന്ന സമയത്ത് ഷാമ്പു ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തലയിൽ എണ്ണയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ മുടി ഉണങ്ങിയതിന് ശേഷം ഡ്രൈ സ്കാൾപ്പിൽ ഇത് സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്ത് അത് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടിവെക്കുക. ഉണങ്ങുന്നതിൻ്റെ മുന്നേ മുടി കെട്ടിവെച്ചിട്ട് അതേമാതിരി വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഉണങ്ങുന്നതിൻ്റെ മുന്നേ മുടി കെട്ടിവെക്കരുത്. രണ്ടാമത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ കുളിച്ചോ കഴിഞ്ഞത് രാത്രി സ്പ്രേ ചെയ്ത് കിടന്നിട്ട് പിറ്റേ ദിവസം തല കുളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇത് സ്പ്രേ ചെയ്ത് അങ്ങനെ അങ്ങ് കിടക്കരുത്. കാരണം നിങ്ങളുടെ ഇത് ഹെയറിൻ്റെ സ്കാൾപ്പ് വെറ്റായി കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, ഡാൻഡ്രഫ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെയർ ഫോൾ നിങ്ങൾക്ക് കൂടുകയാണ് ചെയ്യുക, കുറയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 മിസ്റ്റേക്ക് ചെയ്യരുത്. ഈ ഫസ്റ്റ് പറയുന്ന ഈ മിസ്റ്റേക്ക്, ഈ എണ്ണ ഓൾറെഡി ഉള്ള തലയിലോട്ട് ഞാനത് അപ്ലൈ ചെയ്തപ്പം ഞാൻ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറമായിരുന്നു എൻ്റെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നത്, നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ആ ഒരു മിസ്റ്റേക്ക് ആരും ചെയ്യരുത്. അപ്പോൾ ആക്ച്വലി ഇത് പ്രോഡക്റ്റിൻ്റെ കുഴപ്പമല്ല, നമുക്കിതിൻ്റെ യൂസേജിനൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ വീക്ക്ലി 2 ടൈംസ് നിങ്ങൾ ഷാമ്പു ഇടുന്നുള്ളൂ, ബാക്കിയുള്ള ദിവസം നിങ്ങൾ എണ്ണ അപ്ലൈ ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഷാമ്പു ഇടുന്ന ദിവസം അന്ന് നൈറ്റ് നിങ്ങളിത് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്തിട്ട് അടുത്ത ദിവസം ഫ്രീ ആയിട്ട് വിടുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെയർ വാഷ് ചെയ്ത് കളയുക. അല്ലാതെ പ്രോഡക്റ്റിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ ചെയ്യുന്ന മിസ്റ്റേക്സിൽ വരുന്ന പ്രശ്നങ്ങളാണ് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഹെയർ ഫോൾ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു എനിക്ക് കൊഴിയുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അബദ്ധം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. അതിനുശേഷം ഞാൻ ആ ഓയിലുള്ളത് മാറ്റിയിട്ട് ഞാൻ പിന്നീട് ഇത് ചെയ്ത് നോക്കിയപ്പോഴാണ്
എനിക്ക് മനസ്സിലായത് ഓക്കെ യെസ് ഇതാണ് മിസ്റ്റേക്ക്. 2 days എനിക്ക് ആ ഹെയർ ഫോൾ ഇങ്ങനെ അതായത് ഇങ്ങനെ വലിഞ്ഞു വരുമായിരുന്നു മുടി, അത് എനിക്കങ്ങ് നിന്നു. അപ്പം നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ളത് ഒരിക്കലും ഒരു പ്രോഡക്റ്റ്, അത് ഹെയറിന് എന്നല്ല, ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. ഇതിലൊരിക്കലും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യണം അതുപോലെ യൂസ് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, എൻ്റെ 2 വീഡിയോസിൽ എനിക്ക് വന്ന എൻക്വയറിയാണ്, എപ്പോഴും വരുന്ന ഒരു എൻക്വയറിയാണ്, ഇത് പച്ച കളറിലാണോ ഉണ്ടാവുക, ഇത് വെള്ള കളറിലാണോ ഉണ്ടാവുക, ഇതിന് ഫിക്സ്. ഞാനത് ഓൾറെഡി ഒരുപാട് സംശയങ്ങൾക്കുള്ള ഒരു ആൻസർ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാണ്, ആബ്സ് ഗുഡ്നെസ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്പെല്ലിങ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കണം. ALPS പിന്നെ ഗുഡ്നെസ് GOODNESS. ഈ പ്രോഡക്റ്റ് പർപ്പിൾ മാത്രമാണ് ഒറിജിനൽ വാങ്ങാൻ കിട്ടുള്ളൂ. നിങ്ങൾ എൻ്റെ അറിവിൽ ഇതുവരെ ആമസോണും ഫ്ലിപ്കാർട്ടിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ അല്ല. അപ്പോൾ പർപ്പിൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഡൗൺലോഡ് ചെയ്യുന്ന അതുപോലെ തന്നെ പർപ്പിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് വിക്സി സ്മെല്ല് തന്നെയാണ്, നമുക്ക് റോസ്മേരിക്ക് വിക്സി സ്മെല്ല് തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും എനിക്ക് പറ്റിയ പോലത്തെ അമ്മളി പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് യൂസ് ചെയ്തിട്ടും ഹെയർ ഫോൾ ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ ഈ 2 മിസ്റ്റേക്ക്, എനിക്കറിയുന്ന 2 മിസ്റ്റേക്കാട്ടോ ഞാൻ ഷെയർ ചെയ്തത്. ഈ 2 മിസ്റ്റേക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പാണ് ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഗ്രോത്തും പ്ലസ് തിക്നെസ്സും ബേബി ഹെയർസും എല്ലാം നിങ്ങൾക്ക് വരും. ഓക്കെ, ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്യല്ല. എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഒരു ഇപ്പോൾ, കാരണം പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാനുള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്കായിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. ആൻഡ് മോറോവർ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്ന, ഇപ്പോൾ ഹെയറിൽ എന്ത് ചെയ്തു, സ്കിന്നിൽ എന്ത് ചെയ്തു എന്നുള്ള സംശയങ്ങൾ ഒരുപാടുണ്ടാകും. ഞാൻ ഒരിക്കലും കെമിക്കൽ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ചെയ്യുന്നതാണ്, ഷെയർ ചെയ്യുന്നതാണ്. സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ഞാൻ തീർക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഡൗട്ട് ഉള്ളവർ ഈ വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ എൻ്റെ ഓയിൽ, ഹെയർ ഓയിൽ, ഫേസ് ഓയിൽ, മാർവാസ് ഹെയർ ഓയിലും മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിലും വേണ്ടവർ ഒന്നുകിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് DM ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ഓർഡർ തരിക. ഒരിക്കലും വാങ്ങിച്ചവർ നിരാശപ്പെടേണ്ടി വരില്ല, ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും നല്ല ആരോഗ്യത്തോടും മനസ്സാന്നിധ്യത്തോടും കൂടി ഇരിക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.